എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളായിരുന്നു. വൈകുന്നേരം കുറച്ച് ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാശിക്കുട്ടൻ അവിടെ ഇരുന്ന് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർക്ക് ചിക്കൻ മേടിച്ചതിൻ്റെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങൾക്കും വറുക്കാമെന്ന് കരുതി. അങ്ങനെ അതിന് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയൊക്കെ ഞാൻ കാശിക്കുട്ടൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഒരു 4 മണിക്കൊക്കെ ശേഷമാണ് വീഡിയോ എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു 3 മണിക്ക് മുമ്പൊക്കെ മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഉരുളയാക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് എടുത്ത് പരത്തുകയാണ് കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചപ്പാത്തി ആയാലും ഭൂരി ആയാലും പരത്തിയെടുക്കുന്നത്. പാത്രം കമത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പരത്തിയെടുക്കുവാണേ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഭൂരിക്കുള്ള മാവെല്ലാം പരത്തി വെച്ചതിന് ശേഷം പിള്ളേർക്കുള്ള ചിക്കൻ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുവിധം വെന്ത് വരുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് വറുക്കാനുള്ള ചിക്കനാണെങ്കിൽ ഞാൻ മസാലയൊക്കെ പുരട്ടി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കറി മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശിക്കൂട്ട ഉള്ളിയൊക്കെ പൊളിച്ച് തന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും എല്ലാം നടന്ന് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവനതിൻ്റെ കാലുവേദനയും ഒരു പനിയുടെ ലക്ഷണമുണ്ട്. അപ്പോൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനതെല്ലാം ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാനീ പണ്ടൊക്കെ ഈ ഭൂരി ഉണ്ടാക്കുമ്പോഴത്തേനും ഇത് പൊങ്ങി വരത്തേയില്ല. ഞാനത് കുറച്ച് മാവും കുറച്ച് ഉപ്പും ഇട്ട് ചിലപ്പോൾ ഞാൻ സോഡ ചേർത്താലും അതിങ്ങനെ പൊങ്ങി വരത്തില്ല. ഞാനിപ്പം അതിൻ്റെ കൂടെ മാവും ഉപ്പും പിന്നെ കുറച്ച് തോനെ പഞ്ചസാരയും കൂടെ ഇടും കേട്ടോ. എന്നിട്ട് കുറേ നേരം മാവ് കുതിർത്ത് നല്ലോണം നനച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പൊങ്ങി വരും. നേരത്തെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പൊങ്ങിയില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ബലൂൺ കണക്കെല്ലാം ഇങ്ങനെ വെറുത്ത് വരുമ്പോഴത്തേന് ഇപ്പം ഞാൻ കുറേ പഞ്ചസാര ഇടുമ്പോഴത്തേന് നല്ല പോലെ പൊങ്ങി വരും. സോഡയൊന്നും ഇടത്തില്ല. അങ്ങനെ ഞാനത് കുറേശ്ശെയായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കും. വൈകിട്ടും ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അവിടെ ആയിരുന്നപ്പോഴത്തേന് നമ്മളവിടുന്ന് മാറുന്നെന്ന് തീരുമാനിച്ചതിന് ശേഷം തൂക്കത്തുമില്ല വാരത്തുമില്ല ഒരു മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. സമയം പോകുന്നത് പോലും അറിയത്തില്ല. എത്ര രാവിലെ ഉറക്കമെണീച്ചാലും വേഗം അങ്ങ് സമയം പോകും. അതേപോലെ ജോലികളുണ്ട്. പിന്നെ സംസാരിക്കാനും ഒക്കെ ആളുണ്ട്. എല്ലാവരും മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് നേരം താഴെ ചുള്ളി പറക്കാനൊക്കെ പോയി. ഇവിടെ റബ്ബറും തോട്ടമുണ്ട്. അപ്പം അപ്പുറത്തെ കൊച്ചിൻ്റെ കൂടെ പൊടി ചുള്ളി ഇട്ടു. അപ്പോൾ അതൊക്കെ പറക്കാൻ പോയി. അങ്ങനെ അതൊക്കെ പറയിക്കൊണ്ട് വന്നതിന് ശേഷമാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങിയത്. അങ്ങനെ ഇവിടെ പെട്ടെന്ന് അങ്ങ് സമയം പോകും. വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി നേരം എന്തെങ്കിലും കാശിക്കുട്ടനോടോ പിള്ളേരോടോ സംസാരിച്ചിരുന്നാൽ അങ്ങ് സമയം പോകും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഭൂരിയെല്ലാം പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് ചിക്കനെല്ലാം വറുത്തെടുത്തത്. പുതിയ എണ്ണയാണ്, നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി എണ്ണയൊന്നുമല്ല. അപ്പം അതിനകത്ത് തന്നെ അങ്ങ് വറുത്തെടുക്കാമെന്ന് കരുതി സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പിന്നെ അതെല്ലാം ചിക്കനും എല്ലാം വറുത്ത് വെച്ച് അവന്മാരുടെയും ചിക്കനൊക്കെ വേവിച്ച് വെച്ച് ഭൂരിയെല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴും കാശിക്കുട്ട ഉറക്കം എണീച്ചില്ല. പിന്നെ പിള്ളേരും അവിടെ കിടക്കുന്നതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങുക. പിന്നെ ഞാൻ അവരെ എല്ലാം അടച്ചിട്ടിട്ട് വന്നതിന് ശേഷം മുറ്റം തൂക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ എന്നും മുറ്റം തൂക്കണം. കാരണം പുറകിൽ റബ്ബറും തോട്ടമായതുകൊണ്ട് കരിയിലെല്ലാം പറന്ന് വീഴും. അപ്പോൾ അതുകൊണ്ട് എന്നും മുറ്റം തൂക്കേണ്ടി വരും. എന്നാലും നമ്മുടെ സ്വന്തം വീട് നമ്മളെന്നും വൃത്തിയാക്കിയിടണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്നും അങ്ങ് മുറ്റം തൂക്കും. പക്ഷേ ഫ്രണ്ടിലോട്ടൊന്നും അധികം എന്നും തൂക്കത്തില്ല. 2 ദിവസം കൂടുമ്പോഴാണ് തൂക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും വിളിച്ച് കിളച്ച് ചേമ്പോ ചേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാമെന്ന് കരുതി. കുറച്ച് ഇറങ്ങി വരാനുള്ള സ്ഥലം മാത്രം ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടും കുറച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന മുളകൊക്കെ കുറേയൊക്കെ പൂത്ത് അതെല്ലാം ഞാൻ തറയിൽ കിളയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു. മണ്ണെല്ലാം ഉറച്ച് കിടക്കുക. എന്നാലും എങ്ങനെയൊക്കെ കുത്തിക്കിളച്ച് അതെല്ലാം തറയിൽ നട്ടിട്ടുണ്ട്. എന്നും വെള്ളം ഒഴിക്കും. ഉണ്ടമുളകിലും കുറച്ച് പൂ വന്നിട്ടുണ്ട്. അങ്ങോട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ. അത് ചിലപ്പം പൊഴിഞ്ഞു പോകുമായിരിക്കും. എന്നാലും അതിലും പൂ വന്നിട്ടുണ്ട്. പിന്നെ നീല മുളകുണ്ട്, വലിയ മുളക്, കാന്താരിയല്ല അല്ലാത്ത. അതിനകത്ത് 3-4 മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഞാൻ എന്നും വെള്ളമൊക്കെ ഒഴിക്കും.
ഇങ്ങനെ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് അതിന് വെള്ളം ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്നും നല്ല വെള്ളം കിട്ടത്തില്ല. എന്നാലും ഞാൻ ടാങ്കിലും ബക്കറ്റിലൊക്കെ ആയിട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കുറേ ദിവസം ഞാൻ വെച്ചിരുന്നിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ സ്മെല്ലും ചെവയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ കുറേ ദിവസം പിടിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലങ്ങ് പോകും. എന്നിട്ടാണ് ആ വെള്ളം ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ അന്നന്ന് തുണി കഴുകാനും ചെടിക്കൊഴിക്കാനും എല്ലാം പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ മുറ്റമെല്ലാം തൂത്തതിന് ശേഷം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും കാശിക്കുട്ടനൊന്നും ഉറക്കം എണീച്ചില്ല. അങ്ങനെ ഇവിടെ റബ്ബർ നമ്മുടെ പുറക് വശത്ത് മതിലിന് പുറക് വശത്തും റോഡാണ്, ചെറിയ റോഡ്. അപ്പം അവിടെ താമസിക്കുന്നവർ അവരുടെ ആ ഭാഗം മൊത്തം തൂത്ത് വൃത്തിയാക്കണം. അങ്ങനെ ഞാൻ അവിടെയും പോയി തൂത്ത് വൃത്തിയാക്കിയിട്ട് കത്തിച്ചതിന് ശേഷം വന്നപ്പോഴത്തേന് ചിക്കുവും ബ്ലാക്കിയും കൂടെ ഭയങ്കരമായിട്ട് കടി കൂടി. ചിക്കും ഗോപുവും കൂടെ കടി കൂടി. എപ്പോഴും അവർ തമ്മിൽ വഴക്കാണ്. നേരത്തെയും കടി കൂടാറുണ്ട്. ഗോപു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴത്തേന് ചിക്കു ഇരുന്ന് മുറിവും. ഇന്ന് എന്തോ അഴിഞ്ഞു പോയിട്ട് ഭയങ്കരമായിട്ട് കടി കൂടി. ചിക്കുവിന് നല്ല മുറിവുണ്ട്, അതുപോലെ ഗോപുവിനും ഉണ്ട്. പക്ഷേ വിടത്തില്ല. ഒരു 10-20 മിനിറ്റ് രണ്ടും കൂടെ ഭയങ്കരമായിട്ട് കടിയായിരുന്നു. ചിക്കുവിൻ്റെ നാക്കൊക്കെ ഗോപു കടിച്ച് വലിച്ച്, പിന്നെ അവൻ്റെ മൂക്കിൽ നല്ലപോലെ പല്ല് താന്ന് ചിക്കു ഗോപുവിൻ്റെ കൈ കടിച്ച്, അങ്ങനെ ചെവി കടിച്ച് പറിച്ച്. നല്ല മുറിവുണ്ട്, എന്നാലും കടിച്ചെങ്കിൽ പറിച്ചെടുക്കുകയൊന്നും ചെയ്തില്ല. നല്ല മുറിവുണ്ട്. ഗോപുവിന് കൈയെല്ലാം നീരായി. അങ്ങനെ രണ്ടും കൂടെ ഭയങ്കര കടിയായിരുന്നു. ആ സമയത്ത് ബ്ലാക്കി ഓടിച്ചെന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവളെ അവർ കടിക്കുമെന്ന് പേടിച്ച് ഞാൻ അവളെ ഇങ്ങ് വെളിയിലാക്കിയിട്ട് പിന്നെ ചെന്ന് എത്ര പിടിച്ചിട്ടും ഈ പിള്ളേർ വിടത്തില്ല. അത്രയ്ക്ക് ശത്രുതയാണ് രണ്ടുപേരും തമ്മിൽ. പക്ഷേ കൊച്ചിലെ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. ചിക്കു ആയിരുന്നു ഗോപുവിനെ നോക്കുന്നതെല്ലാം. ചിക്കുവിന് അവനെക്കാട്ടിയും മൂത്തതാണ്, ഗോപുവിനെക്കാട്ടിയും മൂത്തതാണ് ചിക്കു, 1 വയസ്സിന് മൂത്തത്. കുഞ്ഞിലെ കൊണ്ടുവന്നപ്പോൾ മുതൽ അവനാണ് സ്നേഹം മൊത്തം. കൊച്ചിലെ ഭയങ്കര സ്നേഹമായിരുന്നു അവർ തമ്മിൽ. പക്ഷേ ഇച്ചിരി വളർന്നപ്പോഴത്തേന് രണ്ടും കൂടെ ഭയങ്കര ശത്രുക്കളെ പോലെയാണ്. അതുകൊണ്ട് ചിക്കുവിനെ ഞാൻ എപ്പോഴും കെട്ടിയിടും. ചിക്കുവാണ് അങ്ങോട്ട് ചെന്ന് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. അവൻ വെറുതെ ഗോപു അതുവഴി ഇതുവഴി നടന്നു പോകുമ്പോഴത്തേനും മുറിവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി നല്ല പോലെ കിട്ടി. നാക്കൊക്കെ നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്. ഗോപു പിടിച്ചങ്ങ് വലിച്ച്. പിന്നെ അവൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, ഗോപുവിൻ്റെ ചെവി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. ഞാൻ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ അവർക്ക് മരുന്നൊന്നും മേടിച്ചില്ലായിരുന്നു. കുറച്ച് സ്പ്രേ ഉണ്ടായിരുന്നു, അതടിച്ചു കൊടുത്ത്. പിന്നെ അപ്പുറത്ത് അച്ചുവിൻ്റെ നിന്ന് കുറച്ച് ബെറ്റാഡിൻ മേടിച്ച് അതൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ കടിയൊക്കെ കൂടിയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്.